തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയിന്റെ രാഷ്ട്രീയ കുതിപ്പിൽ വിരളി പിടിച്ചിരിക്കുകയാണ് പരമ്പരാഗത ദ്രാവിഡ പാർട്ടികൾ. കഴിഞ്ഞ 50 വർഷമായി തമിഴ്നാടിനെ മാറി മാറി ഭരിച്ച ബദ്ധവൈരികളായിട്ടുള്ള DMK-യും അണ്ണാ DMK-യും ഇപ്പോൾ ഒന്നിക്കാൻ പോവുകയാണ്. വിജയിനെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ടുള്ള CPM-ഉം CPI-യും പിളർപ്പിന് ശേഷം ഒന്നിച്ചതുപോലെ DMK-യും അണ്ണാ DMK-യും ഒന്നിക്കാം എന്നാണ് DMK സംഘടനാ സെക്രട്ടറി RS ഭാരതി ഇപ്പോൾ തുറന്നു പറയുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിന്റെ TVK ഉണ്ടാക്കിയ തരംഗം ചില്ലറയല്ലായിരുന്നു. ജാതി വോട്ടുകളെയും പാരമ്പര്യത്തെയും മാത്രം ആശ്രയിച്ച് രാഷ്ട്രീയം കളിച്ചിരുന്ന ദ്രാവിഡ പാർട്ടികളുടെ അടിവേരാണ് ആദ്യവട്ടം വോട്ട് ചെയ്യുന്ന യുവാക്കളിലൂടെയും സ്ത്രീകളിലൂടെയും വിജയ് അറുത്തുമാറ്റിയത്. 5 പതിറ്റാണ്ടായി പെരിയാറിന്റെയും അണ്ണാദുരയുടെയും പേര് പറഞ്ഞ് തമ്മിലടിച്ചിരുന്നവൻ ഇപ്പോൾ പെട്ടെന്ന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഒരുമിക്കാൻ തീരുമാനിച്ചത് അവരുടെ ആശയപരമായിട്ടുള്ള പാപ്പരത്വം തന്നെയാണ് കാണിക്കുന്നത്. അധികാരം നിലനിർത്താനുള്ള കേവലം ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരുന്നു ഇവരുടെ ദ്രാവിഡ രാഷ്ട്രീയമെന്ന് ഇതോടെ കൂടുതൽ വ്യക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം DMK-യുടെ സഖ്യകക്ഷികളായിരുന്നിട്ടുള്ള കോൺഗ്രസ്, VCK, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളെ തങ്ങളുടെ മുന്നണിയിൽ എത്തിച്ച് ഭരണം പിടിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്റ്റാലിന്റെ DMK പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇതിനു പുറമെ DMK-യിൽ നിന്നും അണ്ണാ DMK-യിൽ നിന്നും നിരവധി MLA-മാരും പ്രാദേശിക നേതാക്കളുമാണ് ഇപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള TVK-യിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഈ പരിഭ്രാന്തി ഇരട്ടിയാക്കിക്കൊണ്ടാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് മറ്റൊരു വമ്പൻ ശക്തി കൂടി കടന്നു വരുന്നത്. BJP വിട്ട അണ്ണാമലൈ വി ദ പീപ്പിൾ എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുകയും ലക്ഷക്കണക്കിന് തമിഴ് യുവാക്കൾ അതിനെ നെഞ്ചിലേറ്റുകയും ചെയ്തതോടെ ദ്രാവിഡ കക്ഷികൾ പൂർണ്ണമായും ഞെട്ടിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇനി ഭരണപക്ഷമായി വിജയന്റെ TVK-യും ശക്തമായ പ്രതിപക്ഷമായി അണ്ണാമലയുടെ വി ദ പീപ്പിളും മാത്രമായി രാഷ്ട്രീയം ചുരുങ്ങിപ്പോകുമോ എന്ന ഭയമാണ് ദ്രാവിഡ പാർട്ടികളെ ഇപ്പോൾ ഭരിക്കുന്നത്. ഈ 2 പാർട്ടികളും ചേർന്ന് ദ്രാവിഡ രാഷ്ട്രീയത്തെ എന്നേക്കുമായി വിഴുങ്ങുമെന്നും തങ്ങൾ തമിഴക രാഷ്ട്രീയ ചിത്രത്തിൽ പോലുമില്ലാത്ത ഒരവസ്ഥ വരുമെന്നും ഉള്ള ആ ഒരു കടുത്ത ഭീതി നിലവിൽ സ്റ്റാലിനുമുണ്ട്, എടപ്പാടി പളനിസ്വാമിക്കുമുണ്ട്. ആ ഭയമാണ് ഇവരെ ഈ നാണംകെട്ട സഖ്യത്തിലേക്ക് നയിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ TVK-യുടെ ഈ വലിയ സഖ്യത്തെയും അണ്ണാമലയുടെ പാർട്ടിയെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിടുകയാണെന്നുണ്ടെങ്കിൽ പാടെ തകർന്നടിയുമെന്ന് ഇരു പാർട്ടികൾക്കും നന്നായി അറിയാം. അതുകൊണ്ടാണ് തങ്ങളുടെ ദുരഭിമാനം മാറ്റിവെച്ച് അണ്ണാ DMK-യോട് DMK സഹായം അഭ്യർത്ഥിക്കുന്നത്. ചുരുക്കത്തിൽ 50 വർഷമായി കുടുംബവാഴ്ചയിലൂടെയും അഴിമതിയിലൂടെയും തമിഴ്നാടിനെ അടക്കി ഭരിച്ചിരുന്ന ദ്രാവിഡ കോട്ടകളുടെ വെപ്രാളവും പരവേശവുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്.